ഹലോ മച്ചാന്മാരെ, കാസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാമകൃഷ്ണ ബീച്ച്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ 1.25 കിലോമീറ്റർ. അത് നിങ്ങൾ വന്നു. ഈ തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ സബ്മറൈനും കാര്യങ്ങളും ഒരു ഇതും കൂടിയുണ്ട്. ഏതാണ് ഒരു ഹില്ലും കൂടിയുണ്ട്, കൈലാസഗിരി എന്ന് പറഞ്ഞിട്ട് ഒരു ഹില്ലും കൂടി. കൈലാസഗിരി നമ്മളെ ഒരു ഹില്ലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് 3 ഡെസ്റ്റിനേഷൻ ആണുള്ളത്. ഒന്ന് ഒരു മ്യൂസിയം, രണ്ട് സബ്മറൈനാണ് മ്യൂസിയം. സബ്മറൈൻ ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്, പിന്നെ ഈ കൈലാസഗിരി ഹില്ല്. അപ്പോൾ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എയർക്രാഫ്റ്റ് മ്യൂസിയം. ബാക്ക് സൈഡിൽ അതെവിടെ ഫ്രണ്ടിലത്തെ പ്രൊപ്പല്ലറാ ഇത്. ഇത് എഞ്ചിൻ NK-12 MP റെയിൽ കിറ്റാണ് ഈ കാണുന്നത്. ഇതാണ് നമുക്ക് കണ്ടു മറ്റേ ഓയിൽ ഒഴിക്കാൻ. അതെ ഇത് നോക്കി, കത്തി നോക്കി, എന്റെ ഓയിലൊക്കെ ഇല്ല കത്തി. ഇവിടെ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് കാണാൻ വേണ്ടിയുള്ളതാണ്ടേ. ഇത്രയും വലിയതാണ്. TU 42 142. ഇത്രയും വലുതാ അത്. ഓക്കെ, ഇന്നവരെ ഒരു പ്ലെയിനിൽ പോലും കയറിയിട്ടില്ലേ? ഇതിൽ കയറാം. നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോ, സ്വിച്ച് ഓഫ് സെൽ ഫോൺസ്. എന്റെ മുതലാളി, ഇതാണ് TU 142. ഒന്നും പറയില്ല. ഇത് ഹെലികോപ്റ്റർ മ്യൂസിയം. ഞാൻ അതോട്ട് കയറാവാ. ഇന്ത്യൻ അത് ഇതിന്റെ പേര് അറിയില്ല, അതാണ് ഡൗട്ട് ഉണ്ട്. ഇത് പേരാണ്. ഇതിന് മറ്റേ സർവൈവൽ കിറ്റ് കിടക്കണ്ട. ഇവിടുത്തെ സർവൈവൽ കിറ്റ് ഉണ്ട്. വെള്ളത്തിൽ വീഴുന്ന ലിഫ്റ്റ് ആണ്. ചെറിയ എഞ്ചിൻ, ഇത്രയും വലിയ എഞ്ചിന്റെ വല്ല ചെറിയ പാർട്സുകളായിരിക്കും ആയിരിക്കാം. അതിനകത്ത് വേണ്ടേ? സൈറ്റല്ലേ പ്രൊപ്പല്ലർ നോക്കി. ഏതാ പ്രൊപ്പല്ലർ? കട്ടിങ് അതെ. ഇത് photo helicopter role in saving lives represent one of the most glorious pages in the history of the human fight. അതെ ഇറങ്ങൂല്ലേ ഇന്നത്തെ സംഭവങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. അത് അതിന്റെ അകത്ത് കയറി പറ്റുക എന്നുള്ള നമ്മുടെ വണ്ടി അവിടെ ഒരാൾക്ക്
200 രൂപ. ഞങ്ങൾ രണ്ടുപേർക്കും കൂടി 400 രൂപ. പക്ഷെ അതിനുള്ളതുണ്ട്, 200 രൂപ ഉള്ളതുണ്ട്, നല്ല രീതിക്കുണ്ട്. ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 400 രൂപ, ഫോണിന്റെ ക്യാമറ ആണെങ്കിൽ വേറെ 200 രൂപ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഫോൺ ഉപയോഗിക്കണതിന് 50 രൂപ വെച്ച് 60 രൂപ വെച്ച് ഒരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കേണ്ടി വരും എന്നാണ്. അപ്പൊ അതൊക്കെ പറച്ചിൽ നമ്മളെടുത്തിട്ട് പിന്നെ നമുക്ക് നേരെ റൂമിലേക്ക് പോകണം. നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ അകം നമ്മൾ എടുക്കണത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു ഇതുണ്ടാവും. കാരണം ഇത് ഇപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതുണ്ടാവും, പറയാൻ പറ്റില്ല. ഇവര് എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുത്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മാക്സിമം എടുക്കാൻ നോക്കി. ചില സ്ഥലങ്ങളിൽ എല്ലാവരും നിന്ന് വീഡിയോ എടുക്കണം, അവിടെ അതിന്റെ അകത്ത് ഇത് നോക്കുന്ന ആൾക്കാർ ഒരു ഇതും കാണിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തത്. നമ്മുടെ കൂട്ടം കിടക്കട്ടെ. കൈലാസഗിരിയിലേക്ക് പോകണം. അവൻ മേളിൽ എഴുതിയേക്കണത് കാണാൻ പറ്റും. അതെ അതെ, ഹോളിവുഡ് എന്നൊക്കെ എഴുതിയേക്കണ പോലെ കൈലാസഗിരി എഴുതിയേക്കണം. ഇപ്പൊ കണ്ടിപ്പോ ഇവിടന്ന് ഊർന്ന് അങ്ങോട്ട് പോവാ, ഊർന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഇതിന്റെ മേലല്ലേ കയറണവാ. ചെളിപ്പ അമ്മണ്ട പമ്പ് വേണ്ടി വരുക, പെട്രോൾ വേണ്ടി വരുക, കയറ്റം കയറേ. ചുരുള്ള ഏരിയയാണ്. രണ്ട് കിലോമീറ്റർ ഉള്ളു, 2.8 കിലോമീറ്റർ. എവിടെ അങ്ങോട്ടാ ഞാൻ ചോദിച്ചിട്ട് വരാവേ. എനിക്കത് വണ്ടി പോയിക്കോട്ടെ. ക്യാമറ മറ്റേ സാധനം കൈകൂരി കഴിപ്പിക്കാം. പറയാം. സാറേ സാർ ചോദിച്ചോട്ടെ സാർ. സാർ ഓട്ടോ ഹലോ ప్రైవేటే ఓటే అటెన్స్ లేదు మామూలు కార్లే ഓട്ടോ എടുക്കൂല ഓട്ടോ കയറ്റല്ല. ഞാൻ ചോദിച്ചു പ്രൈവറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കൊണ്ടെടുത്തു. എന്താണ് നടപടിയില്ലെന്ന് केरला ट्रैवलिंग है, घूमने के लिए आया. हाँ बट इधर से पैदल से नहीं पैदल से पैदल से ओके. पहले से रेंट 10 रुपीज है. 10 रुपीज है. हाँ पैदल में जाएंगे. हाँ पार्किंग ऑटो वाला पार्किंग इधर से बैक साइड 108 बैक साइड. हाँ ओके. ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പുറത്ത് പാർക്ക് നടന്നു പോകാൻ കുഴപ്പമില്ല. 10 രൂപയും എൻട്രി ഫീസ്. ശരി, 2 കൊണ്ടിടാം. എനിക്ക് സാധനം എടുത്തിട്ട് പോയാൽ മതി. കേരള से हाँ घूमने के लिए. फोन बोट है. हाँ फोन बोर्ड है.
അണ്ണാ ഹാൻഡിലൊക്കെ ഞാൻ പറഞ്ഞ നമുക്കില്ലല്ലോ ഹാൻഡിൽ. ഇല്ല പെട്രോൾ കിട്ടോ? പെട്രോൾ എൻട്രി ഇല്ല ശരിക്കും പറഞ്ഞാൽ, ഓട്ടോയ്ക്ക് മാത്രമില്ല. ഇവിടുന്ന് നമുക്ക് നടന്നു പോകാം. ഒരാൾക്ക് പാസ് 10 രൂപ. ഒന്ന് കുറച്ച് നടന്നു പോവാൻ പാസ് 10 രൂപ. നടന്നു പോകാനും പാസ് ഉണ്ട്. എന്തല്ലേ ഇതിനകത്ത് കയറണതിന് പാസ്. പാർക്കാ ട്രക്കിങ് അങ്ങനത്തെ ഒരു വലിയ സെറ്റപ്പ് ഒക്കെ നടന്നു പോയി ട്രക്കിങ് ഒരു വ്യൂ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊന്നുമില്ല. ചെല്ലുമ്പോ 2 കിലോമീറ്റർ നടക്കണം. 2 കിലോമീറ്റർ നോക്കാം. 5 കിലോമീറ്റർ. അവിടെ ഇവിടം വരെ കയറി കഴിഞ്ഞപ്പോ ഒരു അടിപ്പം വ്യൂ കണ്ടിട്ടുണ്ട്. നോക്കേ ഋഷികൊണ്ടാന്ന് പറഞ്ഞ ബീച്ച്, ഋഷികൊണ്ട എന്നൊക്കെ പറഞ്ഞ 2 ബീച്ച് ഉണ്ട്. ഇതാണല്ലേ അത് നമ്മുടെ അഞ്ജുന ഭാഗം ആ ഒരു 4-5 ബീച്ച് അടുപ്പിച്ചുണ്ട്. അയ്യോ ഇത് മരം നിൽക്കാറുള്ള കാട്ടി കേട്ടോ. ഇതിന്റെ മേളിൽ കയറിക്കാണ് എത്തിയിട്ടില്ല. ഇനിയും കയറാണ്ട് വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ടോപ്പിലില്ലേ. തന്നെ ഫുട്ബോളാ അതാണ് ചെല്ലണേ. അതാണോ വ്യൂ? നമുക്ക് നേരെ എന്നിട്ട് അങ്ങനെ ഇറങ്ങി കയറണമെന്ന് തോന്നുന്നു. അമ്മേ ഇത് നമ്മൾ 2 മണിക്ക് എത്തില്ല. ബസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. ബസ്സിൽ നമുക്ക് വേണമെങ്കിൽ പോവാം. ബസ് ഉണ്ട്, ഇറങ്ങി ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോ ആണെങ്കിൽ ബസ്സിൽ വരാം. അതെ, നമ്മള് ഫസ്റ്റ് ചുരം കയറിയപ്പോഴാണ് അത്ര ഇത് കണ്ടത്. സെക്കൻഡില് നോക്കി വ്യൂ നോക്കി എന്റെ പൊന്നെ. ഇവിടുന്ന് അറ്റം വരെ ഉണ്ട്. ഇനി അടുത്തൊരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു ദിനം കൂടി ഇല്ലേ? ഒന്നിനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് എടുത്താ അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കറങ്ങി കയറണമെന്ന് തോന്നുന്നു. ഇനിയും കറങ്ങണം. നേരെ അവിടെ പോകണം. അത് അവിടെ നിന്ന് കട്ടിങ് ഉണ്ട്. അവിടെ നിന്ന് കട്ടിങ് കയറണം. കുഴപ്പമില്ല. അപ്പൊ അടുത്ത ജീവിതത്തിൽ കയറും നമ്മള്. അതെ അതെ, സമാധാനം. നോക്കാം. ഭയങ്കര ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഇടാൻ ചാൻസ് കൂടുതലാ. ഉണ്ട്. ആടി മോനെ. ഇതിലും നോക്കി ഇറങ്ങി നോക്കി ഇറങ്ങുന്ന താഴെ ഓയ്യോ അടിക്കിടിലോ. ഇപ്പൊ ഓക്കെ കിടില സാധനം. ഈ ഒരു വ്യൂ പോയില്ലല്ലോ. ഇറാണ്ട് കൊണ്ടിരുന്നെങ്കിൽ അതെ, നഷ്ടം തന്നെ അല്ലേ. അവനെന്ത് ചെയ്യണേ? വ്യൂ പോയിന്റ് ഇനിയും താഴ്ത്തോട്ട് പോയാൽ പിന്നെയും കയറി വന്നിട്ടൊരു പ്രശ്നം. ഇവിടെ നിന്നാ വ്യൂ കിട്ടുമല്ലോ അല്ല. കിട്ടിലും കേറി വരുമ്പോ ഇത് ബസ് സ്റ്റോപ്പ് മലയാളി. ഞാൻ വേറെ തള്ളിയിടാ. ആണോ? ഉള്ളല്ലേ ചീഞ്ഞ് മേളിൽ നിന്ന് കയറിയോണ്ട് നോക്കി ഒരു ചായക്കട കയറി. ചായക്കട കയറിയിട്ട് 2 പപ്സ് പറഞ്ഞു. ചിക്കൻ റോള് പപ്സല്ലേ, ചിക്കൻ റോള് രണ്ടെണ്ണം. വിശന്നിട്ട് കണ്ണ് കാണാൻ പോലെ. ചാറാ കഴിച്ചിട്ട് വരാം. കണ്ടോ? അതും കൂടി കണ്ടുവരാം. മെയിൻ അട്രാക്ഷൻ കാണിച്ചിട്ടെ.
ഇതിവിടെ സ്ഥിരം. ഈ സ്റ്റാച്ചു ഇവിടെ ഇതാക്കി മുത്തുച്ചിപ്പി. ഒറിജിനൽ സാധനം കാണില്ല. പെർഫെക്റ്റ് വൺ. എന്താ റെയിൽവേ സ്റ്റേഷനാ? എന്റെ പോലെ ഇവിടെ ടോൾ ട്രെയിൻ ഉണ്ടല്ലേ? നമുക്ക് അത്യാവശ്യം വഴി. ചാടിക്കോ സൈമ. പ്രായമായി എന്നാണ് നിങ്ങൾ അറിയിക്കുന്നത് നാട്ടുകാരെ. ഓടിക്കും മാട്ടിയേട്ടാ, ഓടിക്കൊന്നും ചേച്ചി പോയി. വാടാ മോനെ, എന്റെ ദൈവമേ, നോക്കി വിഷയം വെറുതെ ലഘുവിന്റെ കട്ട എടുത്ത് വെച്ചോലുണ്ട് ഇല്ലേ? ബ്രേക്ക് കഴിഞ്ഞിടക്ക് നമ്മ കൊണ്ട കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറവാ. അപ്പൊ നമുക്കൊരു ബ്രേക്ക് പാഡ് മേടിക്കാം. വണ്ടി കാണിച്ചിട്ട് ബ്രേക്ക് പാഡ് മേടിക്കാൻ വേണ്ടിയാ. ഇതാണ് കട. ബ്രേക്ക് ടെസ്റ്റ് വെക്കാന്ന് പറഞ്ഞ കൂടി നോക്കാം. അല്ലാണ്ടാ പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞു ആക്റ്റീവ് ഇറക്കുമ്പോൾ ബ്രേക്ക് ഷൂ കിട്ടിയില്ല. ബ്രേക്ക് ഷൂ കിട്ടിയില്ല ഇവിടെ. റഹ്മാനിയ എന്റെ റഹ്മാനിയ. ഇവിടെ നിന്ന് നേരെ ചോറ് കഴിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഫില്ല് ചെയ്യുക, നേരെ പോവുക. ഇതാണ് ഇപ്പൊ നമ്മുടെ സ്കീം. ഇനി നേരെ ഭുവനേശ്വർ ആണ് നമ്മൾ ടാർഗറ്റ് വിളിച്ചാണ്. പക്ഷെ ഇന്ന് എന്തായാലും ഇവിടുന്ന് 484 കിലോമീറ്റർ ഉണ്ട് ഭുവനേശ്വറിൽ. ഇങ്ങനെ വന്നാലും ഇവിടെ ഒന്ന് കുറച്ച് ഓടിയിട്ട് ഇപ്പൊ തന്നെ സമയം 5 മണി 5:05 ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് പതിയെ എവിടെയെങ്കിലും പോയി സ്റ്റേ പിടിക്കേണ്ടി വരും. ചിലപ്പോൾ പമ്പായിരിക്കും പിടിക്കണം, കാരണം ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല. ഇത് കഴിച്ചു കഴിഞ്ഞ് നമ്മളൊന്ന് തെറിക്കുന്നതാണ്. ഇവിടുത്തെ പുള്ളിക്കാരാണ് ഇവിടുത്തെ ഓർഡർ ഇങ്ങനെ ഉണ്ടായില്ല, അല്ലെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. ഇവിടുത്തെ കിട്ടില്ല പരിചയം. ഇവിടെ ക്യാമറ കാണിച്ചാൽ മാത്രം മതിയായിരുന്നു അല്ലേടാ? എനിക്കറിയാം വണ്ടി കാണുമ്പോഴേ സ്പൈഡർ പയ്യനാ. പയ്യനാ കണ്ണാക്കാൻ അത് കയറി എന്നിട്ട് കാണാണ്ട. അവന് ഡാഷ്ബോർഡിൽ കയറിയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരാൾ ബമ്പറൊക്കെ ഇടിച്ച് ചേർത്തല്ലേ. അപ്പൊ ഓക്കെ, ഒന്ന് തീർക്കണം. ഞങ്ങൾ കുറെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഉണ്ട് അടിപ്പം വെച്ചത്. ഇവിടെ നിന്ന് പിന്നെ നേരെ ലൈറ്റ് ഉണ്ടാവോ? ലൈറ്റ് ഉണ്ട് മൂന്നിലേക്ക്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റ് ഭുവനേശ്വർ പാക്കലാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശാഖപട്ടണത്തിന് കനിമേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു BPCL പമ്പില് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിപ്പെട്ടു. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയാൽ BPCL വലിയ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെയാണ് വണ്ടി ഒതുക്കാൻ പറ്റിയത്. ഒരു വന്നപ്പോ തന്നെ കേറി കിടന്നുറങ്ങിക്കോ, എന്താന്ന് ഇത് കാണിച്ചതെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇന്ന് മൊത്തം ഞങ്ങൾ വിശാഖപട്ടണം മുഴുവൻ കടന്ന് കറങ്ങി എന്ന് പറഞ്ഞാൽ കുറച്ചത്ത് പോകാനുണ്ട്. അതെ, വിശാഖപട്ടണത്ത് പിന്നെ ഇനി എന്ത് സ്ഥലങ്ങളുണ്ട്. ജസ്റ്റ് തിരിച്ചു വരാൻ നേരത്ത് ഞങ്ങൾക്ക് അത് കയറി കാണാനുള്ള ഒരു രീതിക്ക് ഏകദേശം നമ്മള് ആദ്യം തന്നെ പോകണ്ട. ഇപ്പൊ രാവിലെ ഇറങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾ രാവിലെ ഇറങ്ങുവാണ്. അതെ, രാവിലെ നിങ്ങൾ വിശാഖപട്ടണം ഒന്ന് കറങ്ങിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയതാണ് ആദ്യം കൈലാസഗിരി ഹില്ലില് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ജസ്റ്റ് ഒരു പാർക്കാണ്. നിങ്ങളത് കയറി കാണുകയാണെങ്കിൽ 2 മണിയാകുമ്പോഴേ ഉള്ളൂ നമ്മുടെ മ്യൂസിയം ഒക്കെ ഓപ്പൺ ആവുള്ളൂ. സബ്മറൈൻ എല്ലാം മറ്റേ എയർക്രാഫ്റ്റ് മ്യൂസിയം, അങ്ങനെ ഹെലികോപ്റ്ററിന്റെ മ്യൂസിയം, അങ്ങനെ 4 മ്യൂസിയങ്ങളുണ്ട്. അത് 4 2 മണിക്കൂറൊക്കെ ഉള്ളൂ. ഒരാൾക്ക് 200 വെച്ച് 4 സ്ഥലത്തും കയറാം. പിന്നെ ക്യാമറ അല്ലറച്ചിലൊക്കെ ഉണ്ടാവും. 200 രൂപയ്ക്കുള്ളത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു വലിയ എയർക്രാഫ്റ്റ് ഒക്കെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ അത് പോയി കാണുക. പിന്നെ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഐലൻഡ് പോലെ. ഐലൻഡ് അല്ല, ഒരു
ചെറിയൊരു ഹില്ല് അവിടെ എന്തോ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളും ചെറിയൊരു ഞങ്ങൾക്കറിയാവുന്ന പരിപാടികളൊക്കെ കുറച്ച് ഉണ്ട്. സ്ഥലങ്ങളാണ് ഇത്. അവിടെ കുറെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഓട്ടോക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഡോൾഫിൻ ഹൗസ് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞ് പിന്നെ വേറെ കുറച്ച് പിന്നെയുണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ ഒരു യാർഡ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അതൊരു ഹില്ല് കയറി താഴ്ത്തിറങ്ങുമ്പോൾ മാത്രം നമ്മുടെ ഇവിടെ ഗോവയിൽ ബട്ടർഫ്ലൈ ബീച്ച് പോലെ ഈ ബാമി ബീച്ചൊക്കെ അവിടെയല്ലേ? ഭീമി ബീച്ച് മറ്റേ എന്താണ് വേറൊരു ബീച്ച് കൈലാസഗിരി പോകുന്നിടത്ത് അതെ അവിടെ നിന്ന് റൈറ്റിലോട്ട് ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കൈലാസഗിരി. അപ്പൊ നിങ്ങൾ രാവിലെ കൈലാസഗിരി പോയിട്ട് ആ സൈഡിലുള്ള 2 മറ്റേ ബീച്ചുകളും ഈ മിനി ബീച്ചും പിന്നെ വേറെ ഇതുണ്ട് അത് രണ്ടും കയറി കണ്ടിട്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി ശരിക്കും. ഋഷികൊണ്ട എന്ന് പറഞ്ഞു അതും അതിന്റെ വ്യൂ ആണ്. ഈ കൈലാസഗിരിയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഋഷികൊണ്ട ബീച്ചിന്റെ വ്യൂ ആണ്. അത് നല്ല വ്യൂ ആണ്. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറാൻ നേരത്ത് പറ്റുമെങ്കിൽ താഴത്തെ റോപ്പ് വേന്ന് മേലിട്ട് പോവുക, കയറി ശ്രമിക്കുക. ഞങ്ങള് നടന്ന കയറി. ഞങ്ങള് എൻട്രൻസിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് 10 രൂപയാണ് ഒരാൾക്ക് ഇത് തന്നെ ചാർജ് എൻട്രൻസ്. നടന്നാ കയറിയത് 2 ഓട്ടോ കയറ്റത്തേ ഇല്ല. ഓട്ടോ നിങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഈ കൈലാസഗിരിയിൽ റോപ്പ് വേയും കാര്യങ്ങളും ഉണ്ട്. താഴ്ത്തുന്ന റോപ്പ് വേ കയറി പോയി കഴിഞ്ഞാൽ 200 രൂപയുള്ള റോപ്പ് നേരെ തിരിച്ചും അതിൽ തന്നെ തിരിച്ചു പോരാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കിടുക്കം വ്യൂവും കിട്ടും. പിന്നെ മേളിൽ മറ്റേ സൈക്ലിംഗ് ഉണ്ട്, മറ്റേ ഈ റോപ്പിൽ കൂടിയുള്ള സൈക്ലിംഗ് ഉണ്ട്. ഈ മാസം നവംബർ 27-ാം തീയതി മുതൽ അവിടെ ഗ്ലാസ് ബ്രിഡ്ജും തുറക്കണം. ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കും അവിടെ. അപ്പൊ അതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണി കൊള്ളിച്ച് നിങ്ങൾ നേരെ തിരിച്ച് RK ബീച്ചിൽ എത്തുവാണെങ്കിൽ ആ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുക. ഈ കാണുന്ന 4 മ്യൂസിയം നല്ല രീതിക്ക് കാണാൻ പറ്റും. 3 മണിയാകുമ്പോൾ ഈ ഡോൾഫിൻ ഹൗസിൽ ഒരു ചെറിയ പരിപാടി ഉണ്ട്. 3 മണി 5 മണി 3 മണി കൊണ്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുക. എല്ലാവരും കാണുക. അപ്പോൾ ഗുഡ് നൈറ്റ്.